കാൽവരി ക്രൂശിൽ കാണും സ്നേഹത്തിൻ പൂർണ്ണത. ശത്രുവാം എന്നെ ദൈവം മിത്രമാക്കിയേ. രക്തവും ചിന്തി യേശു നിന്നെ രക്ഷിപ്പാനായി. ഈ സ്നേഹസ്വരൂപൻ ആത്മസ്നേഹിതൻ, ഈ സ്നേഹസ്വരൂപൻ ആത്മസ്നേഹിതൻ. ദുഃഖത്തിൽ ആശ്വാസമായി, രോഗത്തിൽ എൻ സൗഖ്യമായി. ഘോര വിപത്തുകളിൽ എന്നെ ശാശ്വത ഭുജങ്ങളാൽ മാറോടണച്ചിടും. ഈ സ്നേഹസ്വരൂപൻ ആത്മസ്നേഹിതൻ, ഈ സ്നേഹസ്വരൂപൻ ആത്മസ്നേഹിതൻ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി 25-ാം സങ്കീർത്തനം 11-ാം വാക്യം. യഹോവേ, എൻ്റെ അകൃത്യം വലിയത്, നിന്റെ നാമനിമിത്തം അത് ക്ഷമിക്കണമേ. സങ്കീർത്തനക്കാരനായ ദാവീദ് സ്വന്തം അകൃത്യം ഏറ്റുപറഞ്ഞുകൊണ്ട് ദൈവത്തിന് ക്ഷമയ്ക്കായി താഴ്മയോടെ അപേക്ഷിക്കുന്നു. കർത്താവേ, നിന്റെ നാമത്തിനു വേണ്ടി എൻ്റെ അകൃത്യം ക്ഷമിക്കണമേ. ദാവീദിൻ്റെ ക്ഷമയ്ക്ക് വേണ്ടിയുള്ള അപേക്ഷ സ്വന്തം യോഗ്യതകളിലല്ല, ദൈവത്തിൻ്റെ സ്വഭാവത്തിലും ശ്രേഷ്ഠതയിലും വേരൂന്നിയതാണെന്ന് ഈ വാക്യം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ദൈവത്തെ സ്നേഹിക്കുകയും സേവിക്കുകയും ചെയ്തിരുന്ന ദാവീദ് തൻ്റെ അകൃത്യം വലിയതെന്ന് സമ്മതിച്ച് ദൈവത്തോട് ക്ഷമയ്ക്കായി യാചിക്കുന്നു. ഈ ലംഘനബോധവും ക്ഷമയ്ക്കു വേണ്ടിയുള്ള നിലവിളിയും ഒരു ഭക്തിയുള്ള ജീവിതത്തിൻ്റെ അവിഭാജ്യ ഘടകമാണ്. പ്രിയ സ്നേഹിതരെ, ഒരു മനുഷ്യൻ ബോധപൂർവം ദൈവവുമായി സ്വയം ബന്ധിപ്പിക്കുന്നതിനെടുക്കുന്ന ആദ്യപടി തിരിച്ചറിയപ്പെട്ടതും ആവർത്തിച്ചേറ്റുപറഞ്ഞതുമായ പാപത്തിൻ്റെ ക്ഷമയ്ക്കായി, കാരുണ്യത്തിനായി യാചിക്കുന്നതാണ്. ഈ ഒരു അനുഭവത്തിലേക്ക് നമുക്ക് രൂപപ്പെടാം. പ്രാർത്ഥിക്കാം. കർത്താവേ, നിൻ്റെ നാമനിമിത്തം എൻ്റെ കുറവുകളെ ക്ഷമിക്കണമേ. മഹത്വം നീ എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ.